ഓക്കെ, എഴുതിക്കോ. സിസ്റ്റം ഓഫ് കൺവേർഷൻ ഓഫ് യൂണിറ്റ്സ്. ഇത് ഫസ്റ്റ് ചാപ്റ്റർ ആണ്. ഫസ്റ്റ് ചാപ്റ്ററിൽ ഒരു പോർഷൻ എടുക്കാനുണ്ടായിരുന്നു, അതാ എടുക്കണം. ഓക്കെ, ഫസ്റ്റ് ചാപ്റ്റർ ഇല്ലാത്തവരാലും ശ്രദ്ധിച്ചിരുന്നു. ഓക്കെ, അപ്പൊ നമ്മള് ഒരു യൂണിറ്റ് നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ 3 സിസ്റ്റം പഠിച്ചിട്ടുണ്ട്. CGS, MKS, FPS പഠിച്ചിട്ടില്ലേ? ഓക്കെ, CGS എന്താ? സെന്റിമീറ്റർ ഗ്രാം സെക്കൻഡ്. MKS മീറ്റർ കിലോഗ്രാം സെക്കൻഡ്. FPS ഫുട്ട് പൗണ്ട് സെക്കൻഡ്. ഓക്കെ, അപ്പൊ അതിൽ നമുക്ക് ഇവിടെ മെയിൻ ആയിട്ട് വേണ്ടത് ഈ CGS-ഉം MKS-ഉം ആണ് നമുക്ക് വേണ്ടത്. FPS-നെ പറ്റി നമുക്ക് വലിയ ഡീറ്റെയിൽ ആയിട്ട് NCERT-ൽ പറയണില്ല. ഇത് രണ്ടുമാണ് നമുക്ക് കൺവേർഷൻ ആയിട്ട് വേണ്ടത്, CGS, MKS. ഈ MKS എന്ന് പറയുന്നത് എന്ത് തന്നെയാ? SI സിസ്റ്റം തന്നെയാ അല്ലെ? SI സിസ്റ്റത്തിൽ നമ്മൾ ലെങ്ത്തിന്റെ യൂണിറ്റ് പഠിച്ചത് മീറ്റർ ആണ്, മാസിന്റെ പഠിച്ചത് കിലോഗ്രാം ആണ്, ടൈമിന്റെ സെക്കൻഡ്. അപ്പൊ MKS എന്ന് പറയുന്നത് SI സിസ്റ്റം തന്നെ. അപ്പൊ നമുക്ക് വേണ്ടത് ഇത് രണ്ടുമാണ്, CGS-ഉം MKS-ഉം. അറിയില്ലാത്തവർ എഴുതി വെച്ചോട്ടോ. CGS സെന്റിമീറ്റർ ഗ്രാം സെക്കൻഡ്, MKS മാസ് മീറ്റർ കിലോഗ്രാം സെക്കൻഡ്. നീ ഉണ്ടായിരുന്നില്ലേ? ഇത് കഴിഞ്ഞിട്ടാണല്ലേ വന്നത്. സെന്റിമീറ്റർ ഗ്രാം സെക്കൻഡ്, മീറ്റർ കിലോഗ്രാം സെക്കൻഡ്. ഇനി 2 കാര്യങ്ങൾ കൂടി നോട്ട് ചെയ്ത് വെക്കണേ. 100 സെന്റിമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര മീറ്ററാ? 1 മീറ്റർ. അതുപോലെ 1000 ഗ്രാം എന്ന് പറയുന്നത് എത്ര കിലോഗ്രാമാ? 1 കിലോഗ്രാം. ഇത് രണ്ടും ആവശ്യമുണ്ട്. ഇത് രണ്ടും ഒന്ന് ബോക്സ് ചെയ്തിട്ടെ. 100 സെന്റിമീറ്റർ 1 മീറ്റർ, 1000 ഗ്രാം 1 കിലോഗ്രാം. എഴുതിയ അമൻ, ബോർഡ് ക്ലിയർ ആണോ? ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഇതിൽ വരുന്ന ക്വസ്റ്റ്യൻസ് 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആയിരിക്കും കൂടുതലും ചോദിക്കണം, പിന്നെ കൂടിപ്പോയാൽ 2 മാർക്ക്. ഇപ്പൊ 1 മീറ്റർ ഈക്വൽ ടു സെന്റിമീറ്റർ. ഓക്കെ, അപ്പൊ 1 മീറ്റർ ഈക്വൽ ടു 100 സെന്റിമീറ്റർ. ഇനി അടുത്തത് ഇതൊരെണ്ണം എഴുതി വെച്ചോട്ടാ, അറിയാവുന്നതാണ്, എന്നാലും തെറ്റിക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ടാണ്. 1 മീറ്റർ ഈക്വൽ ടു 100 സെന്റിമീറ്റർ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, 4 കിലോഗ്രാം ഇതാണ് നമ്മൾ കൺവേർട്ട് ചെയ്യേണ്ടത്. 4 കിലോഗ്രാം മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഗ്രാം സെന്റിമീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പൊ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഓരോ സ്റ്റെപ്പ് ആയിട്ടാണ് ചെയ്യുന്നത്. ഏത് പ്രോബ്ലം വന്നാലും ഈ പറയുന്ന സ്റ്റെപ്പ് തന്നെ ഫോളോ ചെയ്യണം. ഫസ്റ്റ് സ്റ്റെപ്പ്, ഇതിപ്പോ ഏത് സിസ്റ്റത്തിലാണ് കിടക്കുന്നത്? SI, അതായത് MKS-ലാണ് ഇത് കിടക്കുന്നത് അല്ലെ. ഇനി ഇതാണെങ്കിലോ, ഇത് CGS-ലാണ് കിടക്കുന്നത്. ഇനി ഫസ്റ്റ് തന്നെ ഇതിന്റെ ഡയമെൻഷനും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. കാരണം ഈക്വൽ ടു പറഞ്ഞിട്ട് അപ്പൊ ഇതിന്റെ ഡയമെൻഷനും ഈക്വൽ ആയിരിക്കും. ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ഇതിന്റെ ഡയമെൻഷൻ എഴുതണം. അതാണ് ഇപ്പൊ തന്നിരിക്കുന്ന ക്വാണ്ടിറ്റി ഇതാണെങ്കിൽ ഇതിന്റെ ഡയമെൻഷൻ നമ്മൾ എഴുതാൻ പോകണം. ഇതിന്റെ അല്ലെങ്കിൽ ഇതിന്റെ ഡയമെൻഷൻ, ഏതിന്റെങ്കിലും ഡയമെൻഷൻ നമ്മൾ എഴുതാം. ഫസ്റ്റ് നമുക്ക് ഇതിന്റെ ഡയമെൻഷൻ എഴുതാം. ഇതിന്റെ ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ എങ്ങനെ വരും? കിലോഗ്രാം എന്ന് പറയുമ്പോൾ M. ഇനി മീറ്റർ സ്ക്വയർ L സ്ക്വയർ T സ്ക്വയർ, ദാറ്റ് ഈസ് ML സ്ക്വയർ T⁻². ഇതാണ് ഇതിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇപ്പുറത്തെ സൈഡിലെ ഡയമെൻഷൻ എഴുതി നോക്കിയാലും എന്ത് തന്നെ കിട്ടുള്ളൂ? ഗ്രാം എന്ന് പറയുമ്പോൾ M, സെന്റിമീറ്റർ സ്ക്വയർ എന്ന് പറയുമ്പോൾ സെന്റിമീറ്റർ ലെങ്ത്, അപ്പൊ L സ്ക്വയർ പെർ സെക്കൻഡ് എന്ന് പറയുമ്പോൾ T സ്ക്വയർ. അപ്പൊ ഏത് ഡയമെൻഷൻ എഴുതിയാലും നമുക്ക് സെയിം തന്നെ കിട്ടുള്ളൂ. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് ഡയമെൻഷൻ ഒന്ന് എഴുതി വെക്കുക. ML സ്ക്വയർ T⁻². ഇനി ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 4 അങ്ങനെ തന്നെ കിട്ടും. 4 into
ഇനി ഇവിടെ തന്നിരിക്കുന്നത് കിലോഗ്രാം അല്ലേ, അപ്പൊ ഞാൻ 1 കിലോഗ്രാം എന്നും പറഞ്ഞ് എഴുതി. 1 കിലോഗ്രാം ബൈ ഇവിടെ തന്നിരിക്കുന്നത് എന്തിലാണ്? ഗ്രാം. അപ്പൊ ഞാനത് 1 ഗ്രാം എന്ന് പറയും. ഏത് ക്വസ്റ്റ്യൻ വന്നാലും 1 എന്ന് തന്നെ എഴുതിയാൽ മതി കേട്ടോ, ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി ഈ മാസിന്റെ ഡയമെൻഷൻ റൈസ് ടു പവർ എത്രയാണ്? 1. അതങ്ങനെ തന്നെ എഴുതാം. ഇൻറ്റു ഇനി അടുത്തത് മീറ്റർ സ്ക്വയർ. ഇവിടെ മീറ്ററിലാണ് കിടക്കുന്നത് അല്ലെ, അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 1 മീറ്റർ ഡിവൈഡഡ് ബൈ ഇവിടെ എന്തിലാ കിടക്കുന്നത്? സെന്റിമീറ്റർ. അപ്പൊ 1 സെന്റിമീറ്റർ 2 ഇൻറ്റു ഇനി ടൈം ഇവിടെ എന്തിലാ കിടക്കുന്നത്? സെക്കൻഡ്, അവിടെയും സെക്കൻഡിൽ. അപ്പൊ 1s ബൈ 1s റൈസ് ടു -2. ഇനിയാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പ്. ഇത്രയും സ്റ്റെപ്പ് എഴുതാൻ പറ്റുമല്ലോ, സിമ്പിൾ ആയിട്ട് എഴുതാം. ഇവിടെ കിലോഗ്രാമില്, അവിടെ ഗ്രാമില്, ഇവിടെ മീറ്ററില്, അവിടെ സെന്റിമീറ്റർ, ഇവിടെ സെക്കൻഡ്, അവിടെ സെക്കൻഡ്. ഇത്ര സ്റ്റെപ്പ് എഴുതി വെക്കാം. അടുത്തത് 4 ഇൻറ്റു ഇനി ഇവിടെ ഇതില് കിലോഗ്രാം ആണോ ഗ്രാം ആണോ വലുത്? കിലോഗ്രാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? വലിയ ക്വാണ്ടിറ്റി ഏതാണോ അതിനെ ചെറുതിലേക്കാണ് നമ്മൾ മാറ്റാൻ പോകുന്നത്. അപ്പൊ നമുക്ക് 1 കിലോഗ്രാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1000 ഗ്രാം ഡിവൈഡഡ് ബൈ 1 ഗ്രാം ഇൻറ്റു ഇവിടെ 1 മീറ്റർ ആണോ സെന്റിമീറ്റർ ആണോ വലുത്? മീറ്റർ. അപ്പൊ നമ്മൾ വലിയ ക്വാണ്ടിറ്റി ഏതാ? മീറ്റർ അല്ലേ, അപ്പൊ അതിനെ നമ്മൾ സെന്റിമീറ്ററിലേക്ക് മാറ്റണം. അപ്പൊ 100 സെന്റിമീറ്റർ ഡിവൈഡഡ് ബൈ 1 സെന്റിമീറ്റർ റൈസ് ടു 2 ഇൻറ്റു 1s ബൈ 1s ടു -2. ഇനി നമുക്ക് ഇത് ക്യാൻസൽ ചെയ്യാം. അപ്പൊ 1s ബൈ 1s എന്ന് പറഞ്ഞാൽ 1 അല്ലേ, 1 റൈസ് ടു -2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് തന്നെ ആയിരിക്കും? 1 തന്നെ ആയിരിക്കും. അപ്പൊ അത് ഈ ടേം നമുക്ക് 1 ആയിട്ട് കിട്ടി. ഇനി ഇവിടെ ഞാൻ സെന്റിമീറ്റർ ക്യാൻസൽ ചെയ്തു. ഓക്കെ, ഇവിടെ ഗ്രാം ക്യാൻസൽ ചെയ്ത് ബാക്കിയുള്ളത് 4 ഇൻറ്റു 1000 ബൈ 1 1000 ഇൻറ്റു 100 ബൈ 1 100 ദ ഹോൾ സ്ക്വയർ. ഇവിടെ ഇൻറ്റു 1 നമുക്ക് എങ്ങനെ എഴുതാം? 4 ഇൻറ്റു 1000നെ ഞാൻ 10 റൈസ് ടു 3 എന്ന് എഴുതി, ഇൻറ്റു 100 സ്ക്വയർ 10 റൈസ് ടു 4. അപ്പൊ എങ്ങനെ വന്ന ആൻസർ? 4 ഇൻറ്റു 10 റൈസ് ടു 7. ഇതാണ് ആൻസർ വരുന്നത് കണ്ടോ, 4 ഇൻറ്റു 10 റൈസ് ടു 7. 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിരിക്കും. ഇത്രയും ചെയ്താൽ മാത്രമേ ഫുൾ മാർക്ക് കിട്ടുള്ളൂ. ഓക്കെ, ചെയ്ത് നോക്കിക്കേ, ബോർഡിൽ നോക്കാതെ ചെയ്യും. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഏതാണ്? ഒറ്റ സ്റ്റെപ്പിൽ ആൻസർ പറയുമെങ്കിൽ ഒറ്റ സ്റ്റെപ്പ് എഴുതും, ഒറ്റ സ്റ്റെപ്പിൽ ചെയ്യുമെങ്കിൽ ഒറ്റ സ്റ്റെപ്പിൽ ചെയ്യും. ഞാനിപ്പോ കൂടുതലും ഇങ്ങനെയാ ചെയ്യിപ്പിക്കുന്നത്. പിന്നെ ഇപ്പൊ തെറ്റിപ്പോവാതിരിക്കാൻ വേണ്ടിയാണ് ഓരോ സ്റ്റെപ്പായിട്ട് പറഞ്ഞത്. ഒറ്റ സ്റ്റെപ്പ് ചെയ്യുമെങ്കിൽ ഒറ്റ സ്റ്റെപ്പ് ചെയ്യും. കിട്ടുന്നുണ്ടോ ചെയ്യാൻ? ഡൗട്ട് ഉണ്ടോ എവിടെയെങ്കിലും? ജ്യോതിഷേ കിട്ടിയാ ഇത് കിട്ടുന്നുണ്ടോ? ഓക്കെ, അപ്പൊ ഇവിടെ MKS-നെയാണ് നമ്മൾ CGS-ലേക്ക് കൺവേർട്ട് ചെയ്തത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. എർഗ് 5 എർഗ് അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയില്ല. 5 എർഗ് ഓക്കെ, നമുക്കിപ്പോ നിങ്ങൾക്ക് എർഗ് എന്താന്ന് അറിയില്ല. നമുക്ക് എർഗിന്റെ നമുക്ക് ഡയമെൻഷൻ ഒന്നും അറിയില്ല. അവിടെ നിന്ന് തന്നെ തുടങ്ങാം. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടി, എർഗ് എന്താന്ന് നമുക്ക് അറിയില്ല. പക്ഷെ നമുക്ക് ജൂള് എന്ന് പറയുമ്പോൾ വർക്ക് ഓർ എനർജി ആണെന്ന് അറിയാം അല്ലെ. വർക്ക് എനർജിയുടെ യൂണിറ്റ് ജൂൾ ആണ്. സോ ഇതെന്ത് സിസ്റ്റത്തിലാണ് കിടക്കുന്നത്?
എം കെ എസ് ഒരെണ്ണം എങ്ങനെ വന്നാലും ഒരെണ്ണം സി ജി എസും ഒരെണ്ണം എം കെ എസും ആണെന്ന് അറിയാലോ. അപ്പൊ ഇതില് ജൂൾ ഏതാണ്? സി ജി എസ് ആണോ? എം കെ എസ് ആണ്. നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് പഠിച്ചിട്ടില്ലേ എനർജിയുടെ യൂണിറ്റ് ജൂൾ അല്ലെ, സ്റ്റാൻഡേർഡ് യൂണിറ്റ് ആണ്. അപ്പൊ ഇതെന്ത് സിസ്റ്റത്തിലാണ് കിടക്കുന്നത്? എം കെ എസിലാണ് കിടക്കുന്നത്. അപ്പൊ ബാക്കിയുള്ള ഇതെന്ത് സിസ്റ്റത്തിലായിരിക്കും? സി ജി എസിലായിരിക്കും. ഈ അറിയില്ലാത്ത ഏത് ടേം വന്നാലും ഇപ്പൊ വേറെ ഡൈൻ വരാം, ഏത് വന്നാലും നമുക്ക് എന്തായിട്ട് പറയാം? അത് സി ജി എസിലായിരിക്കും നമുക്ക്. കാരണം ഇവിടെ എഫ് പി എസ് നമുക്ക് പഠിക്കാനില്ല. അപ്പൊ നിങ്ങൾ ഒരു കാര്യം ഓർത്താൽ മതി, ജൂള് നമുക്ക് അറിയാവുന്ന ഒരു യൂണിറ്റ് ആണ് അല്ലെ. അപ്പൊ ജൂൾ എന്തിലായിരിക്കും ഇരിക്കുന്നത്? എം കെ എസിലായിരിക്കും. നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് ഓൾറെഡി പഠിച്ചിട്ടുള്ളതായി കാര്യമൊക്കെ. അപ്പൊ ജൂൾ എന്തായാലും എം കെ എസിലാണെന്ന് അറിയാം. ബാക്കി അറിയില്ലാത്ത ഈ എർഗ് എന്ന് പറയുന്ന ടേം അപ്പൊ നമുക്ക് എന്തായിട്ട് എഴുതാം? സി ജി എസ് ആയിട്ട് എഴുതാം. അത്രേ ഓർത്താൽ മതി. അറിയില്ലാത്ത ഏത് ക്വാണ്ടിറ്റി വന്നാലും അത് സി ജി എസ് ആയിരിക്കും. അറിയാവുന്ന ക്വാണ്ടിറ്റീസ് എം കെ എസ് അല്ലെങ്കിൽ എസ് ഐ സിസ്റ്റത്തിലായിരിക്കും. കാരണം നമ്മളത് പഠിച്ചതാണ്. ഓക്കെ, ഇനി നമുക്ക് മറ്റേതുപോലെ തന്നെ ചെയ്യാം. ഇവിടെ നമുക്ക് ഡയമെൻഷൻ കണ്ടുപിടിക്കണം. ഇതിന്റെ ഇല്ലെങ്കിൽ ഇതിന്റെ ഡയമെൻഷൻ കണ്ടുപിടിക്കണം. അപ്പൊ എർഗ് നമുക്ക് അറിയില്ല, അത് വിട്ടേക്ക്. ജൂൾ എന്ന് പറയുമ്പോ എന്താ? വർക്ക് ഓർ എനർജി അല്ലേ. അപ്പൊ വർക്കിന്റെ ഡയമെൻഷൻ നമുക്കറിയാം. വർക്കിന്റെ ഡയമെൻഷൻ കണ്ടുപിടിച്ചേ. വർക്ക് ഈക്വൽ ടു ഞാൻ സ്റ്റെപ്പ് എഴുതണേ. നിങ്ങൾ ഒറ്റ സ്റ്റെപ്പിൽ ചെയ്തു ഒറ്റ സ്റ്റെപ്പിൽ തന്നെ ചെയ്തു പോയിക്കും. അറിയില്ലാത്തവർക്ക് വരെ മാധവല്ലേ ഡയമെൻഷൻ കണ്ടുപിടിക്കാൻ അറിയൂ? ഇല്ല. ഓരോ സ്റ്റെപ്പായിട്ട് നമുക്ക് ചെയ്തു പോവാം. ബാക്കിയുള്ളവർ ചെയ്തോട്ടാ. അറിയാമെങ്കിൽ ചെയ്തു പോയിക്കോ ഇതെങ്ങനെയാ ചെയ്യേണ്ടതെന്ന്. ഞാൻ പറഞ്ഞ സെയിം സ്റ്റെപ്സ് തന്നെ യൂസ് ചെയ്താൽ മതി. ഇപ്പൊ നമുക്ക് ജൂൾ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ഇവിടത്തെ അല്ലെങ്കിൽ ഇവിടത്തെ ഡയമെൻഷൻ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ ഫസ്റ്റ് നമുക്ക് ഇപ്പൊ ജൂള് നമുക്ക് എന്താണെന്ന് അറിയാം. ജൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വർക്ക് ഓർ എനർജിയാ. അപ്പൊ നമുക്ക് ഫസ്റ്റ് വർക്കിന്റെ കണ്ടുപിടിക്കാം. വർക്ക് എന്ന് പറയുന്നത് എന്താ? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് അല്ലേ. ഇനി ഫോഴ്സ് എന്ന് പറയുന്നത് എന്താ? മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. മാസിന്റെ ഡയമെൻഷൻ എം തന്നെ, ആക്സിലറേഷന്റെ ഡയമെൻഷൻ എൽ ടി റൈസ് ടു -2 ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് എൽ. അപ്പൊ എം എൽ സ്ക്വയർ ടി റൈസ് ടു -2 അല്ലെ. ഇത് തന്നെയല്ലേ വർക്ക് കിട്ടിയത്? എന്നൊക്കെ പറഞ്ഞുതരാം. ഈ ചാപ്റ്റർ പറഞ്ഞുതരാവേ. ഫസ്റ്റ് തൊട്ട് പറയുന്ന ഡയമെൻഷൻ കിട്ടില്ല. എം എൽ സ്ക്വയർ ടി റൈസ് ടു -2. വിവേകിന് കിട്ടിയാ? കിട്ടി. അതിന് ബാക്കി അറിയാവുന്നവര് ചെയ്തു പോയിക്കോ സ്റ്റെപ്പ്. ഓക്കെ, ഡയമെൻഷൻ കണ്ടുപിടിച്ചതിന്റെ നമ്മൾ ഞാൻ പറഞ്ഞ സ്റ്റെപ്പ് എന്താ? 5 എഴുതി ഇൻറ്റു. ഇനി ഇവിടത്തത് ഇത് സി ജി എസ് സിസ്റ്റമാ. സി ജി എസ് സിസ്റ്റത്തില് എന്തായിരിക്കും മാസ് കിടക്കുന്നത്? മാസിന്റെ യൂണിറ്റ് ഗ്രാം ആയിരിക്കും അല്ലെ. അപ്പൊ നമുക്ക് 1 ഗ്രാം. ഇവിടത്തെ എന്ത് യൂണിറ്റ് ആണ്? എം കെ എസ് ആണ്. അപ്പൊ ഇവിടെ എന്തായിരിക്കും? കിലോഗ്രാമിലായിരിക്കും. 1 കിലോഗ്രാം റൈസ് ടു എമ്മിന്റെ പവർ എന്തെങ്കിലും ഉണ്ടാവും 1 ഇൻറ്റു. അടുത്തത് ലെങ്ത് സി ജി എസ് സിസ്റ്റത്തിൽ ഏതിലായിരിക്കും കിടക്കുന്നത്? സി ജി എസ് സെന്റിമീറ്റർ. അപ്പൊ 1 സെന്റിമീറ്റർ ഡിവൈഡഡ് ബൈ എം കെ എസിൽ എന്തിലായിരിക്കും? മീറ്റർ. 1 മീറ്റർ റൈസ് ടു എല്ലിന്റെ പവർ 2 ഇൻറ്റു ടി സെക്കൻഡിൽ തന്നെ 1 സെക്കൻഡ് ബൈ 1 സെക്കൻഡ് റൈസ് ടു -2. 5 ഇൻറ്റു ഇവിടുത്തെ വലിയ ക്വാണ്ടിറ്റി ഏതാണ്? കിലോഗ്രാം. സോ കിലോഗ്രാമിനെ നമ്മൾ എന്തിലേക്ക് മാറ്റുക? ഗ്രാമിലേക്ക് മാറ്റുക. അപ്പൊ എങ്ങനെ എഴുതാം? 1 ഗ്രാം ഡിവൈഡഡ് ബൈ 1000 ഗ്രാം റൈസ് ടു 1 ഇൻറ്റു സെന്റിമീറ്റർ. മീറ്ററിന് നമ്മൾ സെന്റിമീറ്ററിലേക്ക് മാറ്റുക. 100 സെന്റിമീറ്റർ റൈസ് ടു 2 ഇൻറ്റു 1s ബൈ 1s റൈസ് ടു -2. ഇത് ക്യാൻസൽ ചെയ്യാം. സെന്റിമീറ്റർ പോയി. 5 ഇൻറ്റു 1/1000 ഇൻറ്റു 1/100 സ്ക്വയർ. 5 ഇൻറ്റു 10 റൈസ് ടു -3 ഇൻറ്റു 100 സ്ക്വയർ എന്ന് പറയുമ്പോൾ 5 into 10 instruments are minus 7. അമൻ കാണുന്നുണ്ടോ? ബോർഡ് കാണുന്നുണ്ടോ? ഏതാടാ? ഏതെങ്ങനെ? 4 ആവും. -2 raised to 2 -4 അല്ലേ? 4 ആവും. ഇല്ല, ഇത് നമ്മൾ മറ്റേ നെഗറ്റീവ് നെഗറ്റീവ് ഇല്ലല്ലോടാ.
ഇപ്പൊ എ റൈസ് ടു എം ഹോൾ റൈസ് ടു എൻ ഫോം അല്ലേ. എ റൈസ് ടു എം പ്ലസ് എൻ, ഇത് 10 റൈസ് ടു -2, -2ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോഴത്തേക്കും ഇത് റൈസ് ടു പ്ലസ് ആണ് ആകുന്നത്. ഈ ഫോമില നമ്മൾ സ്ക്വയർ ചെയ്യല്ല പ്ലസ്. അപ്പൊ എ റൈസ് ടു എം പ്ലസ് എൻ എന്ന് പറയുമ്പോൾ -2. അടുത്ത ചെയ്യാല. ഓക്കെ, ഇതില് ഡൈൻ എന്താന്ന് അറിയില്ല. ഓക്കെ, അത് നമുക്ക് പ്രശ്നമല്ല. അപ്പൊ ഡൈൻ എന്ത് അറിയില്ല, നമുക്ക് അറിയില്ല. പക്ഷെ ഇത് ന്യൂട്ടൺ, ഇത് എന്ത് സിസ്റ്റത്തിലായിരിക്കും? അപ്പൊ CGS, ഇത് MKS. ഇനി ചെയ്യാല്ല. ഇവിടെ ഡയമെൻഷൻ ആരുടെ കണ്ടുപിടിക്കാം? ന്യൂട്ടൺ. ന്യൂട്ടൺ എന്ന് പറയുമ്പോൾ എന്താണ്? ഫോഴ്സ്. ഫോഴ്സിന്റെ ഡയമെൻഷൻ കണ്ടുപിടിക്കാം. സെയിം പ്രൊസീജിയർ, മറ്റേത് ചെയ്തതുപോലെ തന്നെ. F is equal to പറഞ്ഞോ, മാസിന്റെ ആക്സലറേഷൻ. ഡയമെൻഷൻ കിട്ടല്ലേ? ഡയമെൻഷൻ പറഞ്ഞത്. അപ്പൊ ബാക്കി സ്റ്റെപ്സ് ഒക്കെ മനസ്സിലായിരുന്നല്ല ചെയ്യണത്. ഇപ്പൊ പറഞ്ഞത് മനസ്സിലായില്ലേ? ഇത് CGS-ലും ആയിരിക്കും, ഇത് MKS-ലും ആയിരിക്കും. അപ്പൊ നമുക്ക് ഡയമെൻഷൻ ഇവരുടെ ആരുടെയെങ്കിലും ഡയമെൻഷൻ ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. അപ്പൊ ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ ന്യൂട്ടൺ ആണ്. ന്യൂട്ടൺ എന്ന് പറയുമ്പോൾ ഇത് ഫോഴ്സ് ആയിരിക്കും. അപ്പൊ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണ്. ഇക്വേഷൻ, ആ ഇക്വേഷൻ പഠിച്ചാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. മാസ് ഇൻറ്റു ആക്സിലറേഷൻ. അപ്പൊ നോക്കിക്കേ, മാസിന്റെ ഡയമെൻഷൻ നമുക്ക് 3 ഡയമെൻഷൻ. ആകെ നമുക്ക് ഡയമെൻഷൻ M, L, T ഇതിൽ മാത്രമേ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ M മാസ് എന്ന് പറയുന്നത് M. ഇനി ആക്സിലറേഷൻ, ആക്സിലറേഷൻ എന്ന് പറയുന്നത് എന്താ? L, വെലോസിറ്റി ബൈ ടൈം ആണ് ആക്സിലറേഷൻ എന്ന് പറയുന്നത്. അപ്പൊ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ LT ആണ്. LT ബൈ T എന്ന് പറയുമ്പോൾ LT റൈസ് ടു -2 വരും. ഓക്കെ, നോക്കട്ടെ. ഓക്കെ, അപ്പൊ ML T റൈസ് ടു -2 വന്നു. അപ്പൊ ഡയമെൻഷൻ കിട്ടി. ML T റൈസ് ടു -2 ഡയമെൻഷൻ കിട്ടിയാ ബാക്കി ചെയ്യാലോ. ചെയ്തു. 5 into 10 റൈസ് 3 into അല്ലേ? ആ, ഒരു ക്വസ്റ്റ്യൻ കൂടെ എഴുതിക്കോട്ടാ. ചെയ്തവര് ചെയ്തോ. ഏതെങ്കിലും ഒരു ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷൻ കണ്ടുപിടിക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്ത പോലെ തന്നെ. അമ്മന് കിട്ടിയ ആൻസർ 3 ന്യൂട്ടൺ. അത് കിട്ടിയ? ആ, അടുത്തത് ചെയ്തോ. അനന്തിന് കിട്ടുന്നുണ്ടോ ചെയ്യാൻ? -4 into 10 raised to -9. അടുത്തൊരാളോട് ആൻസർ പറയണം, നോക്കാം. ജ്യോതിഷ എത്ര കിട്ടിയെന്ന് പറയട്ടാ. കിട്ടുന്നുണ്ടോ? ഒറ്റ സ്റ്റെപ്പാണോ? ഡയമെൻഷൻ ഡയമെൻഷൻ സെയിം അല്ല. ഡയമെൻഷനൊക്കെ എത്ര? ഡയമെൻഷൻ എത്ര കിട്ടിയ? ഏതാണ്?
4x31. ഓ മൈ ഗോഡ്, കടന്നു പോയിരിക്കുന്നു. ഞാൻ ബോർഡിൽ ചെയ്യാം. ജ്യോതിഷിന് കിട്ടിയാ? ഡയമെൻഷൻ തെറ്റിപ്പോയി, അതാ പറ്റിയ. ML നോക്കിക്കേടാ, M സെന്റിമീറ്റർ പെർ അല്ലേ, അപ്പൊ നോക്കിക്കേ, ഇത് M/L³ അല്ലേ, അപ്പൊ ML⁻³ വരില്ലേ? എവിടെയാണ്? ഓ, അങ്ങനെ ഒരു കാര്യമുണ്ടല്ലേ. ഇപ്പുറത്തെ ML⁻² ആണ് കിട്ടിയത്. അത് ഞാൻ ഇട്ടത് തെറ്റിപ്പോയതായിരുന്നു. ഇത് ക്യൂബ് തന്നെയാണ്. ML⁻³ വെച്ചിരുന്നത്. അത് ഞാൻ ഇട്ടത് ക്യൂബ് ആയിരുന്നു, സ്ക്വയർ ആയിരുന്നു. ഒരു സെന്റർ ഡയമെൻഷൻ എടുത്താൽ മതി ഏതെങ്കിലും. ഏതാടാ? ആ, ഡയമെൻഷൻ ML⁻³ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ട? 4 ഇൻറ്റു ഇത് ഡയമെൻഷൻ അവിടെ നമ്മൾ കണ്ടുപിടിച്ച് വെച്ച്. ഇനി 4 ഇൻറ്റു ഇത് എന്ത് സിസ്റ്റം ആണ്? സെന്റിമീറ്റർ ഗ്രാം. ഇതല്ലേ, ഇത് CGS. ഫസ്റ്റ് അത് എഴുതി നോക്കണം കേട്ടോ. ഇത് CGS, ഇത് MKS. അപ്പൊ CGSന് ഫസ്റ്റ് മാസിന്റെ ഗ്രാമിലല്ലേ കിടക്കുന്നത്. അപ്പൊ നമുക്ക് 1 ഗ്രാം, ഇവിടെ കിടക്കുന്നത് കിലോഗ്രാം. അപ്പൊ 1 കിലോഗ്രാം ഇൻറ്റു അടുത്തത് ഇവിടെ കിടക്കുന്നത് സെന്റിമീറ്റർ. 1 സെന്റിമീറ്റർ ബൈ ഇവിടെ മീറ്റർ, 1 മീറ്റർ. ഓക്കെ, L⁻⁻3. ഇനി നമ്മൾ ചെയ്യേണ്ടത് എസിന്റെ ടേം അവിടെ ഇല്ല, അപ്പൊ അതവിടെ ഓക്കെ. ഇനി 4 ഇൻറ്റു 1 ഗ്രാം, കിലോഗ്രാം അല്ലേ വലുത്, അപ്പൊ നമുക്ക് 1/1000, 1 ഗ്രാം/1000 ഗ്രാം ഇൻറ്റു ഇവിടെ നമുക്ക് 1 സെന്റിമീറ്റർ ബൈ 100 സെന്റിമീറ്റർ ⁻³ ഇത് നമുക്ക് കട്ട് ചെയ്ത് കളയാം. ബാക്കി 4 ഇൻറ്റു 1/1000 ഇൻറ്റു 1/100 ⁻³ 4 ഇൻറ്റു 1/1000 എന്ന് പറഞ്ഞാൽ 10⁻³ ഇൻറ്റു 1/100 എന്ന് പറഞ്ഞാൽ 10⁻² ⁻³ അപ്പൊ 4 ഇൻറ്റു 10⁻³ ഇൻറ്റു 10⁻² ഇൻറ്റു -3 എന്ന് പറയുമ്പോൾ 10⁻⁻ ഇൻറ്റു L. ആ മിസ്സേ, ആ ചെയ്യുന്നുണ്ട്. മെറ്റീരിയൽസ് റെഡിയാണ്. നെക്സ്റ്റ് ടൈം മുതൽ വന്നിട്ട് കളക്ട് ചെയ്യാം. ഇവിടെ ഞാൻ അല്ലെങ്കിൽ സ്റ്റാഫ് ഉണ്ടാവും. പേയ്മെന്റ്സ് ചെയ്ത ആൾക്കാർക്കാണ് മെറ്റീരിയൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് നമ്മൾ A⁻M എന്ന് പറയുന്നത് A⁻MN അല്ലേ? മറ്റവിടെ പ്ലസ് എന്നാണ് പറഞ്ഞത്. സോറി, A⁻MN ഇങ്ങനെയുള്ള ടേംസ് ആണ്. ഇപ്പൊ കണ്ട A⁻M ഇൻറ്റു A⁻N എന്ന് പറയുമ്പോൾ A⁻M പ്ലസ് N, A⁻M ഹോൾ⁻N ആവുമ്പോൾ A⁻MN. ഓക്കെ, ഇതൊന്ന് ബോക്സ് ചെയ്തേക്കണേ, മറന്നുപോകും കേട്ടോ. ഇനി അടുത്തത് ഇപ്പൊ എന്താ കിട്ടി? 10⁻⁻6. 4 ഇൻറ്റു 10⁻⁻6 വരൂല്ലടാ, മൈനസ് ക്യാൻസൽ ആയില്ല, മൾട്ടിപ്ലൈ ആയിട്ട് പോകില്ല. അപ്പൊ 6 + -3 3 നോടെ ചെയ്തോ കേട്ടോ. വിവേകിന് കിട്ടിയായിരുന്നോ? 4 ഇൻറ്റു 10⁻³ കിട്ടിയാ? ജ്യോതിഷ് കിട്ടിയാ? എവിടെ പോയി നോക്കട്ടെ. ആ കറക്റ്റ് തന്നെയാടാ. ഇനി എത്തിയല്ല.
പീറ്ററെ ഓക്കെ. ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ഒന്നെങ്കിൽ സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ ചെയ്യാം. ഇതെന്ത് സാധനമാണ്? ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്. അപ്പൊ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ഡയമെൻഷൻ ഫസ്റ്റ് കണ്ടുപിടിക്കും. ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് F ഈക്വൽ ടു G m1 m2 ബൈ r സ്ക്വയർ. ഇതിന്ന് G ഈക്വൽ ടു FR സ്ക്വയർ ബൈ m1 m2. ഇതിന്റെ ഡയമെൻഷൻ ഒന്ന് കണ്ടുപിടിച്ചേ. നോക്കട്ടെ പഠിച്ചു വെച്ചേക്കണല്ലേ, ചെയ്യാൻ കഴിയല്ല. ഓക്കെ, പീറ്റർ ഒന്ന് ബോർഡിൽ പോയി ചെയ്തോടാ. ചെയ്തോ. കോൺസ്റ്റന്റിന്റെ ആ ഡയമെൻഷൻ ഇക്വേഷനിൽ നിന്ന് ജസ്റ്റ് എഴുതി വെക്കാനല്ല, ട്രൈ ചെയ്യും. അവനെ നമുക്ക് അടുത്തത് M1 M2 എന്താ? മാസ്. എഫിന്റെ ആദ്യം എഴുതട്ടെ, ഫോഴ്സ്. വേറെ എന്തെങ്കിലും ചാൻസ് വേണോ എഴുതാൻ? എഴുതട്ടെ, എഴുതിക്കോ. ബൈ ഹാർട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. ബൈ ഹാർട്ട് ചെയ്താ നമ്മൾ മറന്നുപോയാ പോയതാ. അതെന്തായിരിക്കും? ആർ സ്ക്വയർ. റേഡിയസ് എന്ന് പറയുമ്പോ എന്താ? ലെങ്ത്. 2 മാസം ഉണ്ട്. സ്ക്വയർ ഇട്ടാ മതി. ഓക്കെ, ഡൗട്ട് ഉണ്ടോ നിനക്ക്? അതെങ്ങനെ കണ്ടുപിടിച്ചെന്ന് മനസ്സിലായില്ലേ? ഇവിടെ വരെ എഴുതുന്ന അറിയാലോ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്. ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ട് നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ എഴുതി, ജിയുടെ ഇക്വേഷൻ എഴുതി വെക്കുക. ദെൻ എഫ് എന്താ? ഫോഴ്സ്. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു ആക്സിലറേഷൻ അല്ലേ? ഫോഴ്സ് എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു ആക്സിലറേഷൻ. മാസ് m, ആക്സിലറേഷൻ LT⁻². അതാണ് ഇവിടെ എഴുതിയേക്കുന്നത്. ഓക്കെ, ഇതെങ്ങനെയാ വന്ന ഡൗട്ട് ഉണ്ടോ? ഓക്കെ, ഇനി ആർ സ്ക്വയർ. എന്ന് പറയുന്നത് ആർ എന്താ? റേഡിയസ്. എന്ന് പറഞ്ഞാൽ ഒരു ഡിസ്റ്റൻസ് ആയിരിക്കില്ലേ? അപ്പൊ അതിന്റെ ഡയമെൻഷൻ എന്തായിരിക്കും? L. ആർ സ്ക്വയർ ആ പറഞ്ഞിരിക്കുന്നത്, അപ്പൊ L സ്ക്വയർ വന്നു. ഓക്കെ, ഡിവൈഡഡ് ബൈ m1 m2. m1 m2 മാസ് ആണ്, അപ്പൊ എങ്ങനെ വന്ന്? m സ്ക്വയർ. മനസ്സിലായ? പിന്നെ ഇനി കുഴപ്പമില്ലല്ലോ സോൾവ് ചെയ്യണത്. വിവേക കിട്ടിയ? ഓക്കെ, ഇനി ചെയ്തോ സെയിം സ്റ്റെപ്പ്. സെയിം സ്റ്റെപ്പ് തന്നെ. നേരത്തെ നമ്മൾ 4 ഒക്കെ അല്ലേ പഠിച്ചത്, ഇവിടെ ഇപ്പൊ ഒരു കുറച്ച് വലിയ ടേം ആണെന്ന് മാത്രമേ ഉള്ളൂ.
6.67 into 10 raised to minus 11. ഇത് എന്ത് സിസ്റ്റത്തിലാണ് കിടക്കുന്നത്? MKS. ഇത് CGS. ചെയ്യോ അല്ലേ? ഞാൻ ചെയ്യണം? നോക്കട്ടെ, ട്രൈ ചെയ്യോ നോക്കട്ടെ. എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ? നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇവിടെ ഇത് ഫസ്റ്റ് ഐഡന്റിഫൈ ചെയ്യാം. MKS ഡയമെൻഷൻ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കുക ഇവിടുത്തെ MKS അത് CGS. അപ്പൊ MKS CGSിലേക്കാണ് നമ്മൾ കൺവേർട്ട് ചെയ്യേണ്ടത്. ഫസ്റ്റ് നമ്മൾ എഴുതേണ്ടത് ഇവിടെ മാസ് കിടക്കുന്നത് കിലോഗ്രാമിലായിരിക്കും, ഇവിടെ ഗ്രാമിൽ. അത് എഴുതി. അടുത്തത് എഴുതി കഴിഞ്ഞ ടി ആടാ. ടി ഇല്ല. അപ്പൊ ടി എഴുതാം. ടി ഇല്ലല്ലോ. ടി തന്നിട്ടില്ലേ? സെക്കൻഡ് സ്ക്വയർ. ഒരു മിനിറ്റ്. ആൻസർ എത്ര? 6 പോയിന്റ്. പറ തെറ്റോന്ന് ഞാൻ അവിടെ മിസ്റ്റേക്ക് തിരുത്തി തന്നാ പോരെ. 6.67 -10 വരില്ല. ഒന്നുകൂടെ നോക്കും. പവറിൽ എവിടെ മിസ്റ്റേക്ക് വന്നതാ? അവിടെ ഉണ്ടല്ല എസ്. അപ്പൊ ഇവിടെ നമ്മൾ എഴുതണം. ഇവിടെ എസ് വന്നിട്ടുണ്ട്. അപ്പൊ ഒരു എസിന്റെ ടേം എഴുതണം. അടുത്തത് എസ് എഴുതണമെങ്കിൽ ചെയ്ത് നോക്കാം. എത്ര കിട്ടുമെന്ന് നമുക്ക് നോക്കാം. ഇതിലേക്ക് നോക്കണ്ട. അല്ലെ, ഇതിലേക്ക് ടൈമിന്റെ ഡയമെൻഷൻ ഇല്ല. പക്ഷെ നമുക്ക് ഇക്വേഷനിൽ വന്നേക്കുന്നതുകൊണ്ട് ഞാൻ അത് എഴുതുന്നേ ഉള്ളു. ഓക്കെ, ഇത് കണ്ട നിങ്ങളില്ലേ ഇവിടെ വരെ ഡയമെൻഷൻ കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇല്ലേ അതേന്ന് ശ്രദ്ധിക്കോ. ഡയമെൻഷൻ കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡയമെൻഷൻ മാത്രം മതി ഇത് എഴുതി വെക്കാൻ. ഓക്കെ, ഡയമെൻഷൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടുത്തെ മാസ് MKSിലെ മാസ് കിടക്കുന്നത് കിലോഗ്രാം, മറ്റേതിൽ കിടക്കുന്നത് ഗ്രാം. അപ്പൊ നമ്മൾ അത് എഴുതി റൈസ് ടു 1. ഇനി അടുത്തത് L³ ആണ്. ഇവിടെ ലെങ്ത് കിടക്കുന്നത് MKSിലെ ലെങ്ത് കിടക്കുന്നത് മീറ്ററിൽ, CGSിലെ ലെങ്ത് കിടക്കുന്നത് സെന്റിമീറ്ററിൽ. സോ 1 മീറ്റർ ഡിവൈഡ് ബൈ 1 സെന്റിമീറ്റർ റൈസ് ടു 2. ഇനി ഇവിടെ ടിയുടെ കാര്യം ജ്യോതിഷയെ ശ്രദ്ധിച്ച് ചെയ്ത് കണ്ട. ഇക്വേഷൻ വെച്ച് മാത്രം ഇക്വേഷൻ എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയമെൻഷൻ കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് വെച്ച് എഴുതാം. ഇവിടെ എമ്മിന്റെ കാര്യം നമ്മൾ എഴുതി. ഒരെണ്ണം MKSിലും ഒരെണ്ണം CGSിലും. അതുപോലെ തന്നെ ലെങ്ത് എഴുതി. അതുപോലെ തന്നെ ടൈം സെക്കൻഡ്. -8. നോക്കി എവിടെ മിസ്റ്റേക്ക് വന്നേ നോക്ക്. ക്യൂബ് എഴുതാൻ 10 സ്ക്വയർ റൈസ് ടു 3 എഴുതിയില്ലല്ലേ? 6.67 into 10 raised to -8 കിട്ടിയാ? കിട്ടിയാ? ക്രിസ്ത്യന് കിട്ടിയാ? കിട്ടിയില്ലേ? എന്താടാ അവനാണോ? ആർക്കാ കിട്ടിയത്? കിട്ടിയില്ലേ? കിട്ടി. വേറെ ചാൻസ് കൊടുക്കാം. വിവേക് എഴുതിക്കോ. നീ അവിടെ ഇരുന്നോ. കംപ്ലീറ്റ് ചെയ്തു. ഡയമെൻഷൻ കിട്ടി.
ഡയമെൻഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഡയമെൻഷൻ മാത്രം നോക്കിയാൽ മതി. എന്താ -1 അവിടെ പോയിട്ടുണ്ട്. പിന്നെ L3 ആ നോക്കിയേ നശിപ്പിക്കോ. തിരിഞ്ഞൊന്നും പോയിട്ടില്ലല്ലോ അല്ലേ? കിട്ടിയാടാ? അല്ലല്ല ഇതും കൂടെ കൂട്ടുമ്പോഴല്ലേ നമുക്ക് ഇത് മാത്രം മതി. ഡയമെൻഷൻ കണ്ടുപിടിക്കുന്നവരെ അറിയാല്ല. ഡയമെൻഷൻ കണ്ടുപിടിച്ച് m⁻1 L3 T⁻2 ഡയമെൻഷൻ കണ്ടുപിടിച്ച് വെച്ച് ഇനി ചെയ്യേണ്ടത് ഇടമിണ്ടല്ലേ 6.67 into 10⁻11 into ഡയമെൻഷൻ മാത്രം മതി, വേറെ ഒന്നും നോക്കണം. ആ ക്വസ്റ്റ്യനിലേക്ക് നോക്കണം. ഡയമെൻഷൻ നമ്മൾ ആ ക്വസ്റ്റ്യൻ വെച്ച് നമ്മൾ ഡയമെൻഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രം നമ്മൾ ഡയമെൻഷൻ എടുക്കുക. ഓക്കെ, ഡയമെൻഷൻ കണ്ടുപിടിച്ച് നോക്കി m⁻1 ഇതിനെ കൺവേർട്ട് ചെയ്യേണ്ട കാര്യം കൂടെ നോക്കുക. ഇവിടെ എന്തിനാ MKS CGS മാറ്റേണ്ടത് അല്ലെ? അതുകൂടി ഒന്ന് ഓർത്ത് വെക്കുക. MKS to CGS അത് -1 ആയിരുന്നു, അവിടെ ആയിരിക്കും. MKS എന്ന് പറയുമ്പോൾ 1 kilogram by 1 gram raised to -1 into L3 എന്ന് പറയുമ്പോൾ 1 meter by 1 centimeter raised to 3 into 1 second by 1 second raised to -2. ഇനി അടുത്തത് 6.67 into 10⁻11 into ഇത് 1000 gram by 1 gram raised to -1 into 100 centimeter by 1 centimeter raised to 3 into 1. കട്ട് ചെയ്ത കളയാ. ബാക്കിയുള്ള 6.67 into 10⁻11 into 10⁻3 സോറി 10⁻3 വരൂലല്ല 10⁻3 ഓക്കെ 10⁻3 raised to -1 into ഇവിടെ 10 square raised to 3 അങ്ങനെ തന്നെ എഴുതിക്കണം. ഓക്കെ, ഇനി ഇത് ജസ്റ്റ് സോൾവ് ചെയ്താൽ മതി. 10⁻11 ഇത് -3 അപ്പോൾ 6.67 into 10⁻11 into 10⁻3 into 10⁻6 സോൾവ് ചെയ്താൽ അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം. അല്ല അതിന് വേറെ ടോപ്പിക്. ചെയ്തോ? അമ്മന് കഴിഞ്ഞ ക്വസ്റ്റ്യൻ കിട്ടിയായിരുന്നാ? അതിന്റെ ആൻസർ കിട്ടിയായിരുന്നാ? ഇന്ന് ഞാൻ കുറച്ച് കൂടുന്നുണ്ടോ നോട്ട്സ് ചോദിക്കല്. ഡയമെൻഷൻ എത്ര വരും? കണ്ടിന്യൂ ചെയ്തോ, അതൊക്കെ. LT raised to -2 LT raised to -2 -2 എന്ന് പറയണ്ടടാ.
ഇല്ല, കിലോമീറ്റർ പെർ ഹൈറ്റ് എന്ന് പറയുമോ? എന്റെ ടീച്ചറേ. ഓക്കെ, ചെയ്തോ ഡയമെൻഷൻ ഏതാടാ? ഞാൻ ചെയ്ത് കാണിച്ചു തരാം. ഇത് ചെയ്ത് കാണിച്ചു തരാം. ആൾക്കാർ എവിടെ വരെ എത്തുമെന്ന് നോക്കട്ടെ, എന്നിട്ട് ചെയ്യും. ആ 1 സെക്കൻഡ് ബൈ, ഒരു മിനിറ്റ്, 1 സെക്കൻഡ് ബൈ 1 സെക്കൻഡ് എന്ന് വരില്ല. 1 സെക്കൻഡ് ബൈ അവർ എന്നേ വരുള്ളൂ. 1 അവർ. 1 അവർ എന്ന് പറഞ്ഞാല് 60 into 60 സെക്കൻഡ്സ്. സെക്കൻഡ്സിലേക്കല്ലേ? അപ്പൊ 60 into 60 സെക്കൻഡ്സ് വരും. ചെയ്തു. ഫൈനൽ ആൻസർ പറഞ്ഞാൽ മതി. ചെയ്തു. 1/60 into 60 വരും. അപ്പൊ റൈസ് ടു -2. ഓക്കെ, ഡയമെൻഷൻ എങ്ങനെ വരും? കിലോഗ്രാം വരില്ല. എന്താടാ? മാസ് അത് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ. അല്ല, മാസിന്റെ ആവശ്യം ഇല്ലല്ലോ. എം വേണ്ടല്ലോ, പാട്ട് എം വേണ്ട. ഡയമെൻഷൻ നോക്കിയിട്ട് വേണം ഞാൻ ചെയ്യാൻ പറഞ്ഞില്ലേ? ഇത് നോക്കണ്ട. അത് നോക്കിയാൽ നമുക്ക് കൺഫ്യൂഷൻ വരും. ഡയമെൻഷൻ മാത്രം നോക്കുക. ഡയമെൻഷനുള്ളിൽ എമ്മിന്റെ ടേം ഇല്ല. അപ്പൊ നമ്മൾ എം എടുക്കേണ്ട ആവശ്യമില്ല അവിടെ. സോൾവ് ചെയ്യുമ്പോ ഏകദേശം ഒരു വലിയ ആൻസർ കിട്ടും. എന്തോ പറ, എവിടെ തെറ്റുന്നു? മൾട്ടിപ്ലിക്കേഷൻ പഠിപ്പിച്ചേന്ന് തന്നെ. 36 into 36. 36 carry 3. 18 plus 3. കറക്റ്റാ പറഞ്ഞത്. 6 into 3 18. 18 plus 3. ആ, ഇനി അടുത്തത് അവിടെ വരും. പിന്നെ നീ എവിടെ ഇവിടെ ഇടാന്ന് വിചാരിച്ച? കണ്ടിന്യൂ. ആ, ഇവിടെ മാസ് ഇല്ല. നമുക്ക് ഡയമെൻഷൻ നോക്കിക്കേ. കണ്ട, ഡയമെൻഷന്റെ ടൈമിൽ എല്ലും ടിയും മാത്രമേ ഉള്ളൂ. അപ്പൊ മാസ് ഇല്ല. ഞാൻ പറഞ്ഞില്ലേ, ഡയമെൻഷൻ മാത്രം നമ്മൾ നോക്കേണ്ടത്. ലെങ്ത്തും ടൈമും മാത്രമേ വരുന്നുള്ളൂ. ഓക്കെ, അപ്പൊ എങ്ങനെ വരും? ഏതാണ്? കാൽക്കുലേറ്റർ യൂസ് ചെയ്യാൻ പാടില്ലല്ലോ. ഓപ്പൺ ബുക്കായ അതിലും ടഫ് ആകുള്ളൂ. ഓപ്പൺ ബുക്ക് ആണെന്ന് വിചാരിച്ച് പഠിക്കരുത്. അല്ലാന്ന് വിചാരിച്ചങ്ങ് പഠിച്ചോ, പ്രശ്നം തീർന്നല്ല. ആ, കാണാതെ തന്നെ പഠിച്ചു. ആ, സ്റ്റേറ്റിനെ യൂസ് ചെയ്യാം. അലൗഡ് ആണ്. ഇത് നമുക്ക് കുറച്ചേരം കഴിഞ്ഞിട്ട് ഡിസ്കസ് ചെയ്യാം. ആ, സംതിങ് അങ്ങനെ പോകും. അല്ലെങ്കിൽ 3.888 into 10⁴ അങ്ങനെ പോകും കാൽക്കുലേഷൻ. ആ, ഓക്കെ, ഫൈൻ. ആ ഒരു രീതിയിൽ പോകും ആൻസർ. ഓക്കെ, ഇതൊന്ന് വീട്ടിൽ ചെയ്ത് കംപ്ലീറ്റ് ചെയ്താൽ മതി. ഏകദേശം ഞാൻ ഉദ്ദേശിച്ച ഇത്രേ ഉള്ളൂ. ആ അവറിലേക്ക് വരുമ്പോഴത്തേക്കും സെക്കൻഡ് ആവും. അതൊന്ന് കാണിക്കാൻ വേണ്ടി ചെയ്യിക്കുന്നേ ഉള്ളൂ. ഫൈനൽ ആൻസർ നിങ്ങൾ ചെയ്തു വെച്ചാൽ മതി. അപ്പൊ ഇത്രേ ഓർക്കുക. ഡയമെൻഷൻ അവൻ ശ്രദ്ധിച്ചോട്ടാ. ഡയമെൻഷൻ എഴുതുമ്പോഴത്തേക്ക് നമുക്ക് വരുന്ന LT⁻². അപ്പൊ മാസിന്റെ ടേം അവിടെ ഇല്ല. അപ്പൊ നമുക്ക് അത് വേണ്ട. ബാക്കിയുള്ളത് ലെങ്ത്തും ടൈമും മാത്രം മതി. അപ്പൊ ലെങ്ത് എന്ന് പറയുമ്പോ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ 1 മീറ്റർ. സെക്കൻഡ് ചാപ്റ്റർ അല്ലേ? ആ, സെക്കൻഡ് ചാപ്റ്റർ ചെയ്തോട്ടെ. ആ, കുടിച്ചോ. കംപ്ലീറ്റ് ചെയ്തേക്കേ.
ഏതാണ്? Then it moves with uniform velocity. Then it moves with uniform velocity. Uniform velocity. Then it moves with uniform velocity. 50 meter per second. 50 meter per second. 50. 50 meter per second for 2 seconds. For 2 seconds. Then it retards uniformly. Then it retards uniformly. Retards. Retardation rate. Negative acceleration. Retards uniformly and come to rest in 3 seconds. And come to rest in 3 seconds. ഏതാണ്? Velocity of 50 meter per second for 2 seconds. Then it retards uniformly. അത് എഴുതിയാ? Then it retards. Come to rest in 3 seconds. Then it retards uniformly and come to rest in 3 seconds. Draw VT graph. Draw VT graph of a body. Draw VT graph of body. Come to rest in 3 seconds. Draw VT graph of a body and find the total distance traveled by the body. Draw VT graph and find the total distance traveled by the body. വരക്കാൻ പറ്റുമോ നോക്കിക്കേ. വരക്കാൻ പറ്റുമോ? ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ചിട്ടുണ്ടെങ്കിൽ വരക്കാൻ പറ്റും. Okay. വായിച്ചേ. Body starting from rest and accelerates uniformly along a straight line at the rate of 10 meter per second square for 5 seconds. Okay. A body starting from rest and accelerates uniformly along a straight line at the rate of 10 meter per second square for 5 seconds എന്നാ പറഞ്ഞേക്കുന്നത്. 10 meter per second square ആക്സിലറേഷൻ ഫസ്റ്റ് സ്റ്റെപ്പ്. ഓരോ സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് ചെയ്ത് നോക്കാം, വരക്കാനുള്ളതാ. അപ്പൊ എന്താ പറഞ്ഞേക്കുന്നത്? A body start from rest, accelerate uniformly along a straight line at the rate of 10 meter per second square for 5 seconds. 10 meter per second square for 5 seconds എന്നാണ് പറഞ്ഞിരിക്കുന്ന ഫസ്റ്റ് സ്റ്റെപ്പ്. ഇവിടെ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ക്വസ്റ്റ്യൻ നമുക്ക് ഓരോ പാർട്ടായിട്ട് വായിച്ച് ചെയ്താൽ മാത്രമേ കിട്ടുള്ളൂ. ഏതാണ്? റെസ്റ്റ് നിന്ന് തുടങ്ങുന്നു. ഫസ്റ്റ് നമുക്ക് 10 meter per second square for 5 seconds എന്നാ പറഞ്ഞേക്കുന്നത്. നമുക്ക് വരക്കേണ്ട ഏത് ഗ്രാഫാ? VT ഗ്രാഫ് എന്നാ പറഞ്ഞേക്കുന്നത് അല്ലെ? VT ഗ്രാഫ് എന്ന് പറയുമ്പോൾ വെലോസിറ്റി ടൈം ഗ്രാഫ് ആണ് അല്ലെ? വെലോസിറ്റി ടൈം ഗ്രാഫ്. ഇവിടെ തന്നിരിക്കുന്നത് എന്താ? ഇപ്പൊ തന്നിരിക്കുന്നത് ആക്സലറേഷൻ ആണ് തന്നിരിക്കുന്നത്. അപ്പൊ ആക്സലറേഷനിൽ നിന്ന് നമുക്ക് ഇപ്പൊ ഈ ബോഡി ആക്സലറേറ്റ് ചെയ്ത കാര്യം മാത്രമേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് വെലോസിറ്റി കണ്ടുപിടിച്ചാൽ മാത്രമേ വരച്ചു തുടങ്ങാൻ പറ്റുള്ളൂ. 50. ഓക്കെ. അപ്പൊ എങ്ങനെ വരും? ആക്സലറേഷൻ ഈക്വൽ ടു V/T. 10 meter per second square equal to V/T. 50 meter per second. എങ്ങനെ?
അവിടെ നിന്ന് ഇനിയും ഉണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പ് ഓക്കെ. second square. നമുക്ക് വെലോസിറ്റി അല്ലടാ കണ്ടുപിടിക്കേണ്ടത്. വെലോസിറ്റിയുടെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് അല്ലേ, ആക്സിലറേഷൻ അല്ലേ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഓക്കെ, അപ്പൊ നമുക്ക് വെലോസിറ്റി കിട്ടി. ഇനി നമുക്ക് വരച്ചു തുടങ്ങാമല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് തൊട്ട് വരക്കാം. വെലോസിറ്റി 50. അപ്പൊ വി ടി ഗ്രാഫ് എന്ന് പറയുമ്പോ ഇത് ഈ ആക്സിസിൽ എന്തായിരിക്കും? ഈ ആക്സിസിൽ ടൈം, ഇവിടെ വി. ഇപ്പൊ വെലോസിറ്റി, ഫസ്റ്റ് വെലോസിറ്റി നമുക്ക് കിട്ടി. ഇത് വെച്ച് നമ്മൾ വരച്ചു തുടങ്ങാൻ പോണേ. അപ്പൊ ടൈം നമുക്ക് 1 2 3 ജസ്റ്റ് എടുക്കാം. 0 1 2 3 4 5 6 7 8 9 ഇങ്ങനെ പോയി. ഓക്കെ, ഇനി നമുക്ക് വെലോസിറ്റി, നമുക്ക് ഫസ്റ്റ് കിട്ടിയിരിക്കുന്ന വെലോസിറ്റി 50 മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ എന്തായാലും തുടങ്ങുന്നത് 50 മീറ്റർ പെർ സെക്കൻഡിൽ നിന്നാണ് നമുക്ക് മനസ്സിലായി അല്ലെ. ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് ആകെ ക്വസ്റ്റ്യൻ വായിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. വി ടി ഗ്രാഫാണ് വരക്കാനുള്ളത്. ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഫസ്റ്റ് ഹിന്റ് ഇതാണ്. ഇനി നമുക്ക് വി ടി സ്റ്റാർട്ട് ഫ്രം റെസ്റ്റ്, ആക്സിലറേറ്റ് ചെയ്തുവല്ലോ. അത് കഴിഞ്ഞിട്ട് ആക്സിലറേറ്റ് എന്നല്ലേ പറഞ്ഞേക്കുന്നത്. 0യിൽ നിന്ന് വരക്കണം. നീ വരച്ചത് കറക്റ്റാ. ഇനി നമുക്ക് വെലോസിറ്റി ഇവിടെ നമുക്ക് 25 മീറ്റർ പെർ സെക്കൻഡ്, 50 മീറ്റർ പെർ സെക്കൻഡ്, 75 ഇങ്ങനെ ഞാൻ ഗ്രാഫ് കൊടുത്തു. ഫസ്റ്റ് നമ്മള് 0യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് സ്ട്രെയിറ്റ് ലൈൻ അല്ലേ. അപ്പൊ എങ്ങനെ പോകും? 50 മീറ്റർ പെർ സെക്കൻഡ് വരെ പോയി എന്നാ പറഞ്ഞിട്ട്. 50 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, അങ്ങനെ വരച്ച അത്രയും ചെയ്താൽ കറക്റ്റാ. ഇത്രയും ചെയ്തത് മനസ്സിലായല്ല. ആക്സിലറേഷന്റെ ഗ്രാഫ് വരുമ്പോ സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് ആയിരിക്കും. ആ വി ടി ഗ്രാഫിന്റെ കേസ് എടുത്ത് നോക്ക്. യൂണിഫോമിലെ ആക്സിലറേറ്റഡ് എന്ന് പറയുമ്പോൾ ബോഡി എങ്ങനെയായിരിക്കും പോകുന്നത്? ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും കിട്ടുന്നത്. ഇത്രയും നമുക്ക് കിട്ടി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. അപ്പൊ ഫസ്റ്റ് ഹിന്ദിയിൽ നിന്ന് നമുക്ക് ഇത്രയും ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത്രയും കിട്ടിയില്ലേ. ഇനി അടുത്ത പറഞ്ഞിരിക്കുന്നത് എന്താ? then it moves with a uniform velocity of 50 meter per second. യൂണിഫോം വെലോസിറ്റി 50 മീറ്റർ പെർ സെക്കൻഡ് ഫോർ 2 സെക്കൻഡ്. 2 സെക്കൻഡ്സിൽ ആദ്യത്തെ 5 സെക്കൻഡ് വരെയുള്ള കേസ് ആണ് ഈ പറഞ്ഞേക്കുന്നത്. 5 സെക്കൻഡ് വരെയുള്ള കേസ്. 5 സെക്കൻഡ് എത്തിയില്ല, ഞാൻ വരച്ചതിന്റെ മിസ്റ്റേക്ക്. ഓക്കെ, 5 സെക്കൻഡ് വരെ. ദെൻ ഇനി പറഞ്ഞേക്കുന്നത് എന്താ? then it moves with യൂണിഫോം വെലോസിറ്റി ഓഫ് 50 മീറ്റർ പെർ സെക്കൻഡ് ഫോർ 2 സെക്കൻഡ്. അടുത്ത 2 സെക്കൻഡില് അപ്പൊ 7 സെക്കൻഡ് വരെ പോകും. അടുത്ത 2 സെക്കൻഡിൽ യൂണിഫോം ആയിട്ട് വെലോസിറ്റി മെയിൻറ്റെയിൻ ചെയ്തെന്നാ പറയുന്നത്. അപ്പൊ ഇവിടെ 5 വരെ. ദെൻ അടുത്ത 2 സെക്കൻഡിൽ കൂടി ഇത് തന്നെ മെയിൻറ്റെയിൻ ചെയ്തു. അപ്പൊ ഗ്രാഫ് എങ്ങനെ വരും? സ്ട്രെയിറ്റ് ആയിട്ട് വരും. മെയിൻറ്റെയിൻ ചെയ്ത് പോയി, യൂണിഫോം ആയിട്ട് പോയി, അതേ വെലോസിറ്റി ആണ്. ഇനി അടുത്ത പറഞ്ഞേക്കുന്നത് എന്താ? then it retards uniformly and come to rest in 3 seconds. റിട്ടാർഡ് എന്ന് പറയുമ്പോ എന്താ? നെഗറ്റീവ് ആക്സിലറേഷൻ. നമ്മൾ പറഞ്ഞില്ലേ റിട്ടാർഡേഷൻ, നെഗറ്റീവ് ആക്സിലറേഷൻ. അപ്പൊ എങ്ങനെ വരും? താഴേക്ക് വരും അല്ലെ. അപ്പൊ നെക്സ്റ്റ് 3 സെക്കൻഡ് എന്നാ പറഞ്ഞേക്കുന്നത്. നെക്സ്റ്റ് 3 സെക്കൻഡ്. അപ്പൊ നെക്സ്റ്റ് 3 സെക്കൻഡിൽ റിട്ടാർഡ് ചെയ്ത് ആൻഡ് കം ടു റെസ്റ്റ് എന്നാ പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പൊ ഗ്രാഫ് നമ്മൾ 10ൽ റെസ്റ്റ് ആവും. അപ്പൊ ഗ്രാഫ് നമുക്ക് ഇങ്ങനെ കിട്ടും. ഇതാണ് നമ്മുടെ ഗ്രാഫ്. അപ്പൊ ഗ്രാഫ് എന്ന് മനസ്സിലായോ എങ്ങനെയാന്ന്? ഫസ്റ്റ് ഹിന്ദിന്ന് നമ്മള് വെലോസിറ്റി കണ്ടുപിടിച്ച് അത് 50 മീറ്റർ പെർ സെക്കൻഡ് ആണെന്ന് മനസ്സിലായി. ഫസ്റ്റ് 5 സെക്കൻഡിൽ ബോഡി 50 മീറ്റർ പെർ സെക്കൻഡ് വരെ പോയി. ദെൻ അത് എന്ത് ചെയ്ത്? യൂണിഫോംലി മെയിൻറ്റെയിൻ ചെയ്ത് അടുത്ത 2 സെക്കൻഡ് കൂടി അത് മെയിൻറ്റെയിൻ ചെയ്ത് യൂണിഫോം ആയിട്ട് പോയി. ദെൻ റിട്ടാർഡ്സ് ആൻഡ് കം ടു റെസ്റ്റ് എന്നാ പറഞ്ഞേക്കുന്നത്. അപ്പൊ 10ൽ വെച്ച് റെസ്റ്റ് ആയി. ഗ്രാഫ് ഇങ്ങനെ വന്നു. ഇനിയും ചെയ്യാനുണ്ട്. ഇനി എന്താ കണ്ടുപിടിക്കണ്ടേ? ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. അപ്പൊ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണമെങ്കിൽ ഇനി നിങ്ങൾ പഠിച്ച കാര്യം ഓർത്തെടുക്കുക. ഡിസ്റ്റൻസ് നമുക്ക് എങ്ങനെ, ഒരു വി ടി ഗ്രാഫിൽ നമുക്ക് ഡിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കാം? പറഞ്ഞോ. ഏരിയ അണ്ടർ ദ ഗ്രാഫ് ഗീവ്സ് ഡിസ്റ്റൻസ്. ഡിസ്പ്ലേസ്മെന്റ് ഡിസ്റ്റൻസ്. ഓക്കെ, ട്രപ്പീസ്യത്തിന്റെ ഏരിയ നോക്കണ്ട. ഇത് നോക്കിക്കോ, നമ്മൾ 3 പോർഷൻ ആയിട്ടല്ലേ ചെയ്തത് അല്ലേ? നോക്കിക്കേടാ, 3 പോർഷൻ ആയിട്ടാ യൂസ് ചെയ്തത്. നിക്ക്, ഇതൊരു ട്രയാങ്കിൾ അല്ലേ, ഇതൊരു സ്ക്വയർ അല്ലേ, ഇത് അടുത്തൊരു ട്രയാങ്കിൾ. ഇത് 3ന്റെ ഏരിയ കണ്ടുപിടിച്ച് ആഡ് ചെയ്താൽ മതി. ഒന്ന് ചെയ്ത് നോക്കിക്കേ, കിട്ടോ നോക്കട്ടെ. ചെയ്തോ. അങ്ങനെ ചെയ്യണ്ട. നമ്മൾ ഏരിയ അണ്ടർ ദ ഗ്രാഫിൽ നിന്നല്ലേ നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ ഏരിയ എന്ന് പറഞ്ഞാൽ 3 സ്റ്റെപ്സിലാണ് ക്വസ്റ്റ്യൻ വന്നേക്കണത് അല്ലേ? വൈ ആക്സിസിൽ വൈ ആക്സിസിൽ 15 വന്നെന്താ? ഓ, ഞാൻ വരച്ചതിന്റെ മിസ്റ്റേക്ക് ആണോ? ഞാൻ വരച്ചതിന്റെ മിസ്റ്റേക്ക് അല്ലേ? ഓക്കെ, കുഴപ്പമില്ല. കറക്റ്റ് ഗ്രാഫ് ഒന്ന് മനസ്സിലാക്കി വെച്ചിട്ട് ചെയ്താ മതി. ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ എന്ന് പറയുമ്പോ ഹാഫ് ബി എച്ച്. ഫസ്റ്റ് ട്രയാങ്കിളിനെ കണ്ടുപിടിച്ച ബേസ് എന്ന് പറഞ്ഞാല് 5. 1/2 ഇൻറ്റു 5 ഇൻറ്റു ഹൈറ്റ് വന്നിരിക്കുന്നത് 50.
വൺ 125 മീറ്റർ. ഇനി അടുത്തത് ഈ ഒരു സ്ക്വയർ കൺസിഡർ ചെയ്യും. അടുത്ത സ്ക്വയറിന്റെ ഏരിയ എന്ന് പറയുമ്പോൾ സ്ക്വയർ അല്ല, റെക്ടാംഗിൾ ഷേപ്പ് അല്ലേ, പെർഫെക്റ്റ് സ്ക്വയർ ആണെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ L × B 2 × 50. അടുത്തത് 3 × 5 അല്ലടാ. എത്ര കിട്ടിയപ്പോ ലാസ്റ്റ് വൺ എത്ര കിട്ടി? ലാസ്റ്റ് വൺ എത്ര കിട്ടിയ? 75. ആ ടോട്ടല് ക്രിസ്റ്റീന് കിട്ടിയാ? വിവേക് എത്തിയാ? നീ എത്തിയില്ല. എവിടെ എത്തി? ഇത്ര മനസ്സിലായോ? കണ്ടന്റ് മനസ്സിലായോ എങ്ങനെ പറഞ്ഞേക്കണെന്ന്? അങ്ങനെ പറഞ്ഞ പറയണ. എ ബോഡി സ്റ്റാർട്ട് ഫ്രം റെസ്റ്റ് ആൻഡ് ആക്സിലറേറ്റ്സ് യൂണിഫോംലി. ഒരു ബോഡി സ്റ്റാർട്ട്, നമ്മൾ ഗ്രാഫ് നമ്മൾ സ്വന്തമായിട്ട് വരക്കണം, ഒരു തരില്ല. എ ബോഡി സ്റ്റാർട്ട് ഫ്രം റെസ്റ്റ് ആൻഡ് ആക്സിലറേറ്റ് യൂണിഫോംലി അലോങ് എ സ്ട്രേറ്റ് ലൈൻ അറ്റ് ദ റേറ്റ് ഓഫ് 10 m/s² ഫോർ 5 സെക്കൻഡ്. ഇതാണ് ഫസ്റ്റ് കണ്ടീഷൻ. ആദ്യം തന്നെ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി ഇവിടെ ഒരു VT ഗ്രാഫ് ആണ് വരക്കേണ്ടതെന്ന് കാര്യം മനസ്സിലായി. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? 10 m/s² ഫോർ 5 സെക്കൻഡ് എന്നാ പറയുന്നത്. 10 m/s² ഫോർ 5 സെക്കൻഡ് എന്നാ പറഞ്ഞേക്കുന്നത്. 10 m/s എന്ന് പറയുന്നത് ഒരു ആക്സിലറേഷൻ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. നമുക്ക് പക്ഷേ വെലോസിറ്റി ടൈം ഗ്രാഫ് വരക്കണം. അപ്പൊ A = വെലോസിറ്റി ബൈ ടൈം അല്ലേ. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് ആക്സിലറേഷൻ ആണ് തന്നിരിക്കുന്നത്. 10 = v/t. സോ t എത്രയാന്ന് തന്നേക്കുന്നത് 5. അതുകൊണ്ട് നമുക്ക് v = 15 m/s ആണെന്ന് കിട്ടി. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് 0 സ്റ്റാർട്ട് ചെയ്ത് ഒരു 50 വരെ പോയി ഫോർ 5 സെക്കൻഡ്. ആദ്യത്തെ 5 സെക്കൻഡിൽ ബോഡി 15 വന്നു. സ്ട്രൈറ്റ് ലൈൻ ഇങ്ങനത്തെ ലൈൻ ആയിരിക്കും അത് വരച്ചത്. ദെൻ അത് കണ്ടു പറയുന്നത് then it moves with യൂണിഫോം വെലോസിറ്റി. യൂണിഫോം ആയിട്ട് അതേ വെലോസിറ്റി തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് അടുത്ത 2 സെക്കൻഡ് കൂടി സെയിം വെലോസിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് പോയി. അടുത്ത 2 സെക്കൻഡ് കൂടി. ദെൻ ഇറ്റ് കം ടു റെസ്റ്റിലേക്ക് പോകുന്നു എന്നാ പറഞ്ഞേക്കുന്നത്. ദെൻ ഇറ്റ് കം ടു യൂണിഫോംലി റെസ്റ്റ് ആൻഡ് കം ടു റെസ്റ്റ് ഇൻ 3 സെക്കൻഡ്. അടുത്ത 5 സെക്കൻഡിൽ ബോഡി വന്ന് റെസ്റ്റ് ആയി. 3 സെക്കൻഡിൽ ബോഡി വന്ന് റെസ്റ്റ് ആയി. ഇനി ഏരിയ അണ്ടർ ദ VT ഗ്രാഫ് ഗീവ്സ് ഡിസ്പ്ലേസ്മെന്റ് ഓർ ഡിസ്റ്റൻസ് കിട്ടും. അപ്പൊ നമുക്ക് ഡിസ്റ്റൻസ് ഫസ്റ്റ് ഇതെന്ന് പറഞ്ഞാൽ ട്രയാംഗിൾ അല്ലേ. അപ്പൊ 1/BH 5 × 50. അപ്പൊ നമുക്ക് 120 കിട്ടും. ഇനി അടുത്ത ഇതൊരു റെക്ടാംഗിൾ അല്ലേ, L × B അത് കിട്ടി. ഇനി അടുത്തത് ½ BH 1/2 × ബേസ് വന്നിരിക്കുന്നത് 3 × ലെങ്ത് നോക്കാനാണെങ്കിൽ ഇതിന്റെ ലെങ്ത് എത്ര തന്നെ? ഹൈറ്റ് 50 75. അപ്പൊ ടോട്ടല് 100 കിട്ടിക്കോളൂ. ടോട്ടൽ 300 കിട്ടും എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ. ടോട്ടൽ ഏരിയ ആഡ് ചെയ്ത് വെക്കട്ടെ, എന്നാലേ നമുക്ക് കിട്ടുള്ളൂ. ടോട്ടൽ ഏരിയ ആഡ് ചെയ്താലേ ഡിസ്റ്റൻസ് കിട്ടുള്ളൂ. എന്തോ ഏത് ഗ്രാഫിൽ നിന്ന് നമ്മൾ ഗ്രാഫിൽ നിന്ന് തന്നെ കണ്ടുപിടിച്ചാൽ മതി. അല്ലാതെ ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ട് നമുക്ക് അല്ലാതെ ചോദിക്കും. ഗ്രാഫ് വരക്കുമ്പോഴാണ് കൂടുതലും ഇതിൽ കുറച്ച് കോംപ്ലിക്കേഷൻ വരുന്നത്. അതുകൊണ്ട് ഗ്രാഫ് ചെയ്യിപ്പിച്ച ക്ലാസ് കിട്ടിയില്ലേ? എങ്ങനെ വരച്ചെന്ന് മനസ്സിലായി. ഗ്രാഫ് വരക്കാൻ ആദ്യം മനസ്സിലായാലും ഐഡിയ കിട്ടിയല്ല. ഫസ്റ്റ് തന്നെ നമ്മൾ ആക്സിലറേഷൻ ഫസ്റ്റ് തന്നേക്കുന്ന ഹിന്ദിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിച്ച്? വെലോസിറ്റി കണ്ടുപിടിച്ച് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക ഈ 10 m/s² ഇവിടെ മാർക്ക് ചെയ്ത് വെക്കരുത്. നമുക്ക് വരക്കേണ്ട VT ഗ്രാഫ് ആണ് ഇത് തന്നിരിക്കുന്ന m/s². ആക്സിലറേഷൻ. സോ നമ്മൾ അതിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിക്കുക? വെലോസിറ്റി കണ്ടുപിടിച്ച് വെച്ചു. നമ്മൾ ഫസ്റ്റ് വരച്ചു തുടങ്ങി. ഇനി VT ഗ്രാഫിൽ നമ്മൾ പഠിച്ചു ഒരു ബോഡി യൂണിഫോമിൽ ആക്സിലറേറ്റഡ് ആയിട്ട് പോകുമ്പോൾ നമ്മൾ വരക്കുന്നത് എങ്ങനെയാണ്? ഇങ്ങനെയാ വരക്കുന്നത്. നമ്മളൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു. ഫോർ ഫസ്റ്റ് 5 സെക്കൻഡിൽ ബോഡി 50 m/s പോയി. ദെൻ അത് കഴിഞ്ഞിട്ട് പറഞ്ഞേക്കുന്നത് എന്താ? ദെൻ ഇറ്റ് മൂവ്സ് വിത്ത് എ യൂണിഫോം വെലോസിറ്റി ഓഫ് 50 m/s ഫോർ 2 സെക്കൻഡ്. അടുത്ത 2 സെക്കൻഡിൽ യൂണിഫോം വെലോസിറ്റി യൂണിഫോമിൽ അത് അങ്ങനെ തന്നെ സ്ട്രെയിറ്റ് പോയി. ദെൻ ഫോർ 2 സെക്കൻഡ് പോയി എന്നാ പറഞ്ഞത്. അപ്പൊ നമ്മൾ അടുത്ത 2 സെക്കൻഡ് അതേ വെലോസിറ്റി തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോയി. അല്ലാതെ നമുക്ക് പൊക്കത്തേക്ക് പോകാൻ പറ്റില്ല. യൂണിഫോം ആയിട്ട് പോയി എന്നാ പറയാം. ഇൻക്രീസ് ചെയ്തിട്ടല്ല, യൂണിഫോം ആയിട്ട് പോയി. ഇൻക്രീസ് ചെയ്തിട്ട് ഇപ്പൊ നമ്മൾ ഇങ്ങനെ വരച്ചു പോകുന്നുണ്ടെങ്കിൽ ഇവിടെ 75 ആയി പോയില്ലേ? അതല്ല, 15 m/s തന്നെ അടുത്ത 2 സെക്കൻഡിലും മെയിൻറ്റെയിൻ ചെയ്തു. ദെൻ എന്താ പറഞ്ഞത്? ഇറ്റ് റിട്ടാർഡ്സ് യൂണിഫോംലി ആൻഡ് കം ടു റെസ്റ്റ്. അതുപോലെ തന്നെ യൂണിഫോം ആയിട്ട് റിട്ടാർഡ് ആയത് വന്ന് റെസ്റ്റ് ആയി, ബോഡി റെസ്റ്റ് ആയി. അപ്പൊ നമുക്ക് 3 കിട്ടി. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താ? ഇതിൽ നിന്ന് നമുക്ക് ടോട്ടൽ ഡിസ്റ്റൻസ് ആ കണ്ടുപിടിക്കാം. അപ്പൊ ഏരിയ അണ്ടർ VT ഗ്രാഫ് ഗീവ്സ് ഡിസ്റ്റൻസ് ഓർ ഡിസ്പ്ലേസ്മെന്റ്. അതുകൊണ്ട് നമുക്ക് ഫസ്റ്റ് നമുക്ക് ഇതിന്റെ ഏരിയ കണ്ടുപിടിക്കാം. ദെൻ ഇതിന്റെ മൂന്നിന്റെ ഏരിയ കൂടെ ആഡ് ചെയ്യുമ്പോൾ കിട്ടും. ഫസ്റ്റ് നമ്മൾ ½ BH എടുത്തു. ഇതിന്റെ ലെങ്ത് വരുന്നത് ബേസ് വരുന്നത് 5, ഹൈറ്റ് വരുന്നത് 50, നമുക്ക് 120 കിട്ടി. അടുത്ത ഇത് കൺസിഡർ ചെയ്യുമ്പോഴത്തേക്കും ഇതിന്റെ ലെങ്ത് വരുന്നത് 50 ആൻഡ് ബ്രെഡ്ത്ത് വരുന്നത് 200. അടുത്ത ഇത് കൺസിഡർ ചെയ്ത് നോക്കിയേ. ബേസ് വരുന്നത് 1,
ഇല്ല ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് 1 2 3 അടുത്ത 3 സെക്കൻഡ് എന്നല്ലേ പറയാം, നെക്സ്റ്റ് 3 സെക്കൻഡ്. നമ്മൾ 7 നിന്ന് സ്റ്റാർട്ട് ചെയ്ത് 8 9 10 വന്ന റെസ്റ്റ് ആയിരുന്നു. ഓക്കെ, 3 സെക്കൻഡ് എടുക്കുമ്പോഴത്തേക്കും 3 സെക്കൻഡ് ഇൻറ്റു 50. ട്രയാങ്കിൾ അല്ലേ, അപ്പൊ 1/2 BH 1/2 ഇൻറ്റു ബേസ് 3 ഇൻറ്റു ഹൈറ്റ് 50, അപ്പൊ 75. മനസ്സിലായി? സം ചെയ്യുമ്പോഴത്തേക്കും കിട്ടിക്കോളും. A car at rest accelerates uniformly to a speed of 144 kilometer per hour. 144 kilometer per hour in 20 seconds. In 20 seconds. For 144 kilometer per hour in 20 seconds. How much distance is covered by the car? How much distance is covered by the car? How much distance is covered by the car? കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് ആക്കാൻ എന്താ ചെയ്യുക? അല്ലെങ്കിൽ 5/18 വെച്ച് ചെയ്യാറുണ്ടോ? അതാണ് സിമ്പിള്. കുറച്ചും കൂടി 5/18 വെച്ചല്ലേ നിങ്ങൾ ചെയ്യാറ്? കട്ട് ചെയ്ത് കളഞ്ഞാ മതി. 5/18 വെച്ച് ചെയ്യാറ്. എന്നാ അങ്ങനെ തന്നെ ചെയ്തു. One 144 into 1000 divided by, ഒന്നെങ്കിൽ അങ്ങനെ ചെയ്യാം, 144 into 1000 divided by 60 into 60 ചെയ്യാം. അല്ലെ സിമ്പിൾ ആയിട്ട് ഇപ്പൊ ഏത് ക്വസ്റ്റ്യൻ വന്നാലും കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് ആക്കാൻ വേണ്ടി ഇൻറ്റു 5/18 ചെയ്താൽ മതി. അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. 144 into 5/18 ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടും. ഓക്കെ, ഇപ്പൊ ഏതെങ്കിലും ഇഷ്ടത്തിൽ ചെയ്തു. ഇപ്പൊ 1000 ഡിവൈഡഡ് ബൈ 60 into 60 into 144 ചെയ്താലും ഓക്കെയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ ഒന്നുകൂടെ നോക്കാം. A car at rest accelerates uniformly to a speed of 144 km per hour in 20 seconds. How much distance is covered by the car? How much distance? Distance in the equation എന്താ നമ്മൾ പഠിച്ചത്? 3 ഇക്വേഷൻ ആണ് നമ്മൾ ആകെ പഠിച്ചിട്ടുള്ളത്. V equal to U plus 80. Okay, V equal to U plus 80. V square equal to U square plus 2AS. S is equal to UT plus half AT square. അപ്പൊ നമുക്ക് ഇവിടെ എന്താ കണ്ടുപിടിക്കേണ്ടത്? ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഡിസ്റ്റൻസിന്റെ ഫോർമുല S is equal to UT plus half AT സ്ക്വയർ ആണ്. ഇതില് ഇനീഷ്യൽ വെലോസിറ്റി U എത്രയാ? എ കാർ സ്റ്റാർട്ട് അറ്റ് റെസ്റ്റ് എന്നാ പറഞ്ഞേക്കുന്നത്. അപ്പൊ U ഈക്വൽ ടു 0. ദെൻ ടൈം T ഈക്വൽ ടു എത്രയാ പറഞ്ഞേക്കുന്നത്? ടു എ സ്പീഡ് ഓഫ് 144 km per hour in 20 seconds അല്ലെ? 20 സെക്കൻഡ്. അപ്പൊ T കിട്ടി. ഫസ്റ്റ് തന്നെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞ് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും തന്നിരിക്കുന്ന ക്വാണ്ടിറ്റീസ് ഒക്കെ എല്ലാം എഴുതി വെക്കുക. അതിന് പ്രത്യേകം മാർക്ക് ഉണ്ട്. ക്വസ്റ്റ്യൻ വായിക്കുക, എന്തൊക്കെ ക്വാണ്ടിറ്റീസ് ആണ് തന്നിരിക്കുന്നത്. ഇപ്പൊ ഈ ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് കാർ അറ്റ് റെസ്റ്റ് എന്നാ പറഞ്ഞേക്കുന്നത്. അപ്പൊ അവിടുത്തെ ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പിന് നമുക്ക് ഇത് എഴുതി വെക്കുക. പിന്നെ ടൈം തന്നിട്ടുണ്ട്, അതും എഴുതി വെക്കുക. അത് കഴിഞ്ഞിട്ട് മാത്രം കിട്ടുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. ഡിസ്റ്റൻസിന്റെ ഇക്വേഷൻ S is equal to UT plus half AT square അല്ലെ? 8000 വരൂല്ലടാ. ഓക്കെ,
ഓക്കെ, അപ്പൊ നമുക്ക് ഇത്രയും കാര്യം നമ്മൾ എഴുതി വെക്കുക. പിന്നെ നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ, ഇത് തന്നിരിക്കുന്ന കണ്ടീഷൻ ബി തന്നിട്ടുണ്ട്, സ്പീഡ് തന്നിട്ടുണ്ട്. സ്പീഡ് എത്ര തന്നിരിക്കുന്നത്? 144 km/h. അതിന് നമ്മള് സ്പീഡിനെ കിലോമീറ്റർ പെർ അവറിലാണ് തന്നിരിക്കുന്നത്. അതിന് നമ്മൾ ഒന്നെങ്കിൽ ഇവര് പറഞ്ഞ പോലെ 1000 ഡിവൈഡഡ് ബൈ ഇൻറ്റു 144 ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ 60 ഇൻറ്റു 60 ചെയ്യുക. അതല്ലെങ്കിൽ ഏത് ക്വസ്റ്റ്യൻ കണ്ടാലും കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് ആക്കാൻ വേണ്ടി ഇൻറ്റു 144 ഇൻറ്റു 5/18 ചെയ്താൽ മതി. ഇപ്പൊ ഏത് ടേം ആയാലും കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റാൻ 5/18 ചെയ്താൽ മതി. അപ്പൊ നമുക്ക് ആൻസർ 40 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. ചെയ്ത് നോക്കിയാൽ മതി. 40 മീറ്റർ പെർ സെക്കൻഡ് കിട്ടി. അപ്പൊ വെലോസിറ്റി കിട്ടി 40 മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ നമുക്ക് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ S = U ഉണ്ട്, T ഉണ്ട്, 1/T AT². ആക്സിലറേഷൻ ഇല്ല. അപ്പൊ ഇത്രയും കണ്ടീഷൻ വെച്ച് നമുക്ക് ആക്സിലറേഷൻ കണ്ടുപിടിക്കണം. അതിനെന്ത് ചെയ്യുക? ആക്സിലറേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ ഇതെല്ലാം വരുന്ന ഒരു ഇക്വേഷൻ ഏതാ? V = U + AT അല്ലെ? V = U + AT. ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ആക്സിലറേഷൻ കിട്ടും. ഓക്കെ, ആക്സിലറേഷൻ എത്ര കിട്ടി? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിച്ച് 40 = ആക്സിലറേഷൻ കണ്ടുപിടിക്കണം എന്നെങ്കിലേ പറ്റുള്ളൂ. കുഴപ്പമില്ല, നീ എങ്ങനെ ഡയറക്റ്റ് ആൻസർ കിട്ടിയ ഗ്രാഫ് വരച്ചാ ചെയ്തത്. ഗ്രാഫ് വരക്കാൻ പറയണ ക്വസ്റ്റ്യനിലാണ് നമ്മൾ ഗ്രാഫ് വരക്കേണ്ടത്. പറ്റും, ആൻസർ കിട്ടും. ഗ്രാഫ് വരക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വരച്ചാൽ മതി, അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ചെയ്യാനായിരിക്കും നല്ലത്. അപ്പൊ എയുടെ വാല്യൂ കിട്ടി. എയുടെ വാല്യൂ കിട്ടി ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. S = U. കിട്ടിയാ? മനസ്സിലായോ? നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ? കണ്ട, ഫസ്റ്റ് സ്റ്റെപ്പ് ക്വസ്റ്റ്യൻ വായിക്കുക. ഫസ്റ്റ് സ്റ്റെപ്പ് തന്നിരിക്കുന്ന ക്വാണ്ടിറ്റീസ് ഒക്കെ എല്ലാം എഴുതുക. കാർ അറ്റ് റെസ്റ്റ് എന്ന് പറയുമ്പോൾ അവിടെ ഇനീഷ്യൽ വെലോസിറ്റി 0. അപ്പൊ U = 0. ആക്സിലറേറ്റ് യൂണിഫോംലി ടു എ സ്പീഡ് ഓഫ്. സ്പീഡ് തന്നിട്ടുണ്ട്. സ്പീഡ് എന്ന് പറഞ്ഞാൽ V ആണ് അല്ലെ? V എന്ന് പറയുന്നത് 144 km/h ആണ്. അപ്പൊ അതിനെ നമ്മൾ കൺവേർട്ട് ചെയ്ത് 40 ആണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. ഒന്നെങ്കിൽ ഇങ്ങനെ ചെയ്യുക, ഇങ്ങനെ ചെയ്യുന്ന കൂടുതൽ ഇപ്പൊ ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പൊ ഇതാ പറഞ്ഞത്, ഇങ്ങനെ ചെയ്യാം. ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 40 മീറ്റർ പെർ സെക്കൻഡ് കിട്ടും. ഇനി നമ്മൾ നോക്കുമ്പോഴത്തേക്ക് എന്താ? ഡിസ്റ്റൻസിന്റെ ഫോർമുല നമുക്കറിയാം. ഇതാണ് ഡിസ്റ്റൻസിന്റെ ഫോർമുല. ആ ഫോർമുല ജസ്റ്റ് എഴുതി നോക്കുക. S = UT + ½ AT². അപ്പൊ അതിൽ നോക്കുമ്പോഴത്തേക്കും U ഉണ്ട്, T ഉണ്ട്, 1/2 ഉണ്ട്, A ഇല്ല, ബാക്കി എല്ലാം ഉണ്ട്. അപ്പൊ ഈ ഇക്വേഷൻ വെച്ച് നമുക്ക് A കണ്ടുപിടിക്കാൻ പറ്റുന്ന ഏതാ? അത് വെച്ച് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? A കണ്ടുപിടിക്കാം. ഇനി ബാക്കി ഈ 3 ഇക്വേഷൻസ് മാത്രമേ നമ്മൾ ഇതിൽ യൂസ് ചെയ്യാനുള്ളൂ. അപ്പൊ നമുക്ക് ഇനി V² - U² = 2AS എടുക്കാൻ പറ്റില്ല. കാരണം ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇത് വെച്ച് നമ്മൾ A കണ്ടുപിടിക്കുന്നു, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഓക്കെ, അമ്മന് കിട്ടിയാ? ഓക്കെ, എന്നാ ടൈമായി ഇറങ്ങി. അടുത്ത ദിവസം ഈ ചാപ്റ്ററിലെ പ്രോബ്ലംസ് തന്നെ കണ്ടിന്യൂ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് അടുത്ത ചാപ്റ്റർ എടുക്കുന്നുള്ളൂ. അല്ലെങ്കിൽ ഓക്കെ, അടുത്ത ക്ലാസ്സിൽ വാട്ടാ.